ചെടികളുണ്ട്. അതൊന്ന് ആകാം മോളിൽ ഒരു ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ കണ്ടു. 1 2 3 നമ്മുടെ രണ്ട് സൈഡ് നിൽപ്പുണ്ട്. മൂന്നാമത്തെ നില കയറിയപ്പോ തളർന്നു പോയി. ഓപ്പൺ ഹൗസിൽ എങ്ങനെ വാങ്ങും? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ജലദോഷം, ഇതും വലിച്ചുകൂടി ഇരിപ്പുണ്ട്. ജൂലൈ 9 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നാളെ ചേട്ടൻ തിരിച്ചു ദുബായിക്ക്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ കുറേ ചെടികളുണ്ട് ഗൈസ്, കണ്ടോ? പക്ഷെ ഒന്നിനും പൂവില്ല, അതാണ് പ്രശ്നം. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടാണ്. കുറച്ച് ആവശ്യമില്ലാത്ത കുറേ ചെടികളുണ്ട്. ഒന്നിനും കഴിയാത്ത കുറേ ചെടികളുണ്ട്. ഒരു പൂവില്ല, കായുമില്ല, ഒന്നുമില്ല. ഇന്നൊരു കറിവേപ്പിലുണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്. അതൊന്ന് ആകാം മോളിൽ ഒരു. അപ്പം ഞാൻ ഓഗസ്റ്റ് ലാസ്റ്റിലേ പോകുന്നുള്ളൂ. രാവിലെ ഇപ്പം എത്ര മണിയാണ്? 8:30 മണി. അപ്പം ഇന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അമ്മ ഇവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിലക്കിടില്ല സാമ്പാർ. അതിൻ്റെ കൂട്ടത്തിൽ ഇഡലിയാണെന്ന്. ഇഡലി സാമ്പാർ. ഗുഡ് മോർണിംഗ്. എണീക്കൂലേ? ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ കണ്ടോ? 1 2 3 4 പേടിച്ചിരിക്കുക ഒരാളിവിടെ. ഹലോ പൂച്ചീഷ്, ഹലോ പൂച്ചീഷ്. ഇതാണ്ട് അടുത്തോ പൂച്ചക്കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇത് വീടിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ. കുറച്ച് സ്ഥലം ബാക്കിലോട്ടുണ്ട്. കുറെ മരങ്ങളും ചെടികളും പൂക്കളില്ല. ചക്ക ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും ഇവിടെ. ചക്കമ്മയുടെ രണ്ട് സൈഡ് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുള്ള പച്ചമുളക് കണ്ടോ ഗൈസ്. ഇവിടെ പട്ടിക്കൂട് പോലത്തെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. തടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടോ ഗൈസ്. ഇതൊക്കെ നമുക്ക് അമ്മയ്ക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇഡലിയും സാമ്പാറും കഴിക്കാൻ സമയമായി. അപ്പം ഞാൻ കഴിക്കട്ടെ. ഇവിടുത്തെ പൂച്ചകൾക്ക് അവിടുത്തെ ബാക്കി തുടച്ച് ഇത് മൂന്നാമത്തെ നിലനിർത്ത വീഡിയോ ആണ് കേട്ടോ. പറയുന്ന നല്ല വ്യൂ ആയിട്ട് ചക്കമരമൊക്കെ കാണാൻ പറ്റും. താഴേക്ക് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ് താഴെ കാണുന്നത്. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ നിലയിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇവിടെ നമ്മൾ യൂസ് ഒന്നും ചെയ്തില്ല, മൊത്തം കോഴയിട്ട് കിടക്കുമ്പോൾ. ഇവിടെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ മുഴുവൻ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3rd ഫ്ലോറിലും 2nd ഫ്ലോറിലും. മൂന്നാമത്തെ നില കയറിയപ്പോൾ തളർന്നു പോയി ഗൈസ്. ഇവിടെ കുറച്ച് കബോർഡൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഞാൻ താഴേക്ക് പോട്ടെ. ഇവിടെ ഭയങ്കര പൊടിയാണ്. എനിക്ക് നന്ദാസ്, കൈതമുക്കിലെ നന്ദാസിലേക്ക് പോവുകയാണ്. കുറച്ച് ബേക്കറി സാധനം ചേർന്ന് കൊണ്ടുപോകാനായിട്ട് വാങ്ങിക്കാനായിട്ട്. എൻ്റെ വണ്ടിയിൽ അങ്കിളുടെ വണ്ടിയാണ്. എൻ്റെ വണ്ടി അങ്ങിരിക്കും. ഈ വണ്ടിയിൽ ഞാൻ പോകുന്നു ഗൈസ്. അപ്പം അങ്ങോട്ട് പോകാം. ഞാൻ പോയി നന്ദാസിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം. തിരിച്ചു വരുമ്പോൾ ഓപ്പൺ ഹൗസും വാങ്ങിച്ചോണ്ട് വരാം. നമ്മൾ ഈ നന്ദാസിൽ വന്നു. ഇവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് പോകണം. കാണാം. തുറന്നടക്കുന്നത് നന്ദാസിലേക്ക് ഇഡ്ഡലി ദോശ പൊടി കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇതാണ് ആ സംഭവം. 115 കണ്ടാണ് ഇതിൻ്റെ വില. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചു. നമ്മൾ ഇനി പോകുന്നത് ഓപ്പൺ ഹൗസ് ചില്ലി ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ആയുർവേദ കോളേജിലുള്ള ഓപ്പൺ ഹൗസ് ചില്ലി ചിക്കൻ കിടിലമാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മഴ പെയ്യുന്നു ഗൈസ്. ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഓപ്പൺ ഹൗസ് ചില്ലി ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. കയറണം. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ചില്ലി ചിക്കൻ മേടിച്ചു ഗൈസ്. മഴ വരുമ്പോൾ ഞാനിനി എങ്ങനെ പോവും? 2 പ്ലേറ്റ് ചില്ലി ചിക്കൻ വാങ്ങിച്ചു. വണ്ടിക്കകത്ത് വയ്ക്കാം. നേരെ വീട്ടിലോട്ട് പോവാം. മഴയ്ക്ക് മുമ്പേ വീടെത്തണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചില്ലി ചിക്കൻ്റെ പൊതി മൊബൈലിൽ തട്ടി മൊബൈൽ ചൂടായി. ദോ പോണം. എന്നെ വൈകിയാതെ പോകണോ ഒക്കെ ചില്ലി ചിക്കൻ കിട്ടിയ ആ ചിപ്സിന്നും അവിടെ നിന്നൊക്കെ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിപ്സും മറ്റതും മറിച്ചതും അത് തികയോ ഇഷ്ടം സാധനം. 10 നിറഞ്ഞു. 10 നിറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോവുകയാണ് ഗൈസ്. പോവുകയാണ്. ബോളിയും ചിപ്സും ഉപ്പും ഒക്കെ ആയിട്ട് പോവുകയാണ് ഗൈസ്. ഞാനിവിടെ എഴുതി വെച്ചു രാജേഷ് ട്രിവാൻഡ്രം ഡൽഹി TXP. ഒരു 28 കിലോ കാണിക്കുന്നുണ്ട്. എന്താകുമോ എന്താ ഇവിടെ എന്തുവാ അടുത്തത്? കാർഡുകളൊക്കെ തിരിച്ചു. നമ്മൾ കൊണ്ടുവന്ന മുട്ടായി നമ്മൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 കിലോ കൂടാണ്. എല്ലാത്തിനും കാരണം ഈ മുട്ടായി പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും. 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ ഇതിനെ ഡയറ്റ് ചെയ്ത് വണ്ണം കുറയ്ക്കാനാണ് എൻ്റെ തീരുമാനം. നടക്കുമെന്ന് അറിയുള്ളൂ. മൂക്കിലെന്തോ വെച്ചു. ഈവനിങ്ങായിട്ട് ഞാൻ SUT പട്ടം ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ്. കൂട്ടിന് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കൂടുതൽ എടുക്കും സമയം. അതുവരെ ഞാൻ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വെളിയിറങ്ങി നോക്കിയപ്പോൾ കിടുക്കാച്ചി മഴയായിരുന്നു. പിന്നെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പോകാനായിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗരം മസാല റെസ്റ്റോറൻറ്റിലാണെങ്കിൽ നല്ല കിടിലം പലഹാരങ്ങളൊക്കെ കിട്ടും. അവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. രാത്രിത്തേക്ക് പൊറോട്ടയും മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ചില്ലി ചിക്കനും രാത്രി കഴിച്ചു. ഓപ്പൺ ഹൗസിലെ ചില്ലി ചിക്കനായിരുന്നു. ഇത് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ 3:15 മണിയായി. ചേട്ടൻ 4 മണിയാകുമ്പോൾ പോവും. അതിനു വേണ്ടി ഉറക്കത്തിൽ നിന്ന് ചാടി എണിച്ച് വിളിയിരിപ്പുണ്ട്. നിങ്ങൾ കല്യാണത്തിനല്ല ഓറോറായില്ല. രാവിലെ 3:45 4 മണിക്ക് വണ്ടി വരും. ചേട്ടാ അപ്പൊ ഇനി ആ പാക്കല. വിളിക്കണേ. ഫോൺ എടുത്തല്ലോ, ചാർജറൊക്കെ എടുത്തല്ലോ. സൂക്ഷിച്ചു. അങ്ങോട്ട് പോയി. ബൈ. സോ ഗൈസ്, അങ്ങനെ രാവിലെ 4 മണിക്ക് ചേട്ടൻ പോയി. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.